സർ, ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മോദി വിരോധം ഒരു പുതിയ കാര്യമല്ല. അതിപ്പോൾ നമ്മൾ വളരെ പഴയ പത്രങ്ങളെടുത്താലും പുതിയ ചാനലുകൾ എടുത്താലും ഒക്കെ മാതൃഭൂമി, മനോരമ, മാധ്യമം, ഇവർക്കെല്ലാം ഇപ്പോൾ ചാനലുകളുമുണ്ട്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ഏതവസരത്തിലും നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും ഒന്ന് എന്താ പറയുക താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ശരിയായ മലയാളം. അതിനവർ ശ്രമിക്കാറുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നൊരു വിവരം, നമ്മുടെ തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദി മേക്കപ്പ് ഇട്ട്, സ്വയം കറുപ്പിച്ച് മേക്കപ്പ് ഇട്ട്, ഒരു തമിഴൻ്റെ കറുപ്പിനോടുള്ള ഒരു സ്നേഹം, ആ വികാരം മുതലെടുക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ഒന്നൊഴിയാതെ, എനിക്ക് തോന്നുന്നു അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ച് ബാക്കി മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ആണ് ഈ വിഷയം ആദ്യം വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന ആ വാർത്തകളെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ വിഴുങ്ങിയിരിക്കുകയാണ്. നമുക്ക് അറിയാം, അങ്ങനൊരു മേക്കപ്പ് ഇട്ട് മോദി അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഇതുവരെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോട്ടിനെ കുറിച്ചും അദ്ദേഹം കഴിച്ച കൂണിനെ കുറിച്ചും ഒക്കെ വലിയ ആക്ഷേപം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഈ രീതിയിലൊരു നരേഷൻ ഇത് ആദ്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് സാർ ഇപ്പോൾ ഇങ്ങനെ അതും തമിഴ്നാട്ടിൽ, ബംഗാളിൽ പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ആസാമിൽ പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കേരളത്തിൽ വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ തമിഴ്നാട്ടിൽ നരേന്ദ്രമോദിയുടെ ഈ വരവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഉണ്ടാകുന്നത്? തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി എന്ന വികാരം വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് ഉള്ളത്ര സ്വീകാര്യത ഒരു ദേശീയ നേതാവിനും അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ യോഗങ്ങൾ വരുന്ന ആൾക്കൂട്ടമാവട്ടെ, അദ്ദേഹത്തിനോട് അവർ കാണിക്കുന്ന ആ അഭിവാഞ്ജയാവട്ടെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഒരു തമിഴ് ലീഡറിന്റെ രീതിയിൽ അദ്ദേഹത്തിന് ഈ മേക്കപ്പ് ഒക്കെ അറിയാം, ഇവര് പറയുന്ന പോലെ തന്നെയാണ്, മേക്കപ്പ് ഒക്കെ അറിയാം. പക്ഷേ അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല നരേന്ദ്രമോദി എന്ന് ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഒരു സ്റ്റേജിലിരിക്കുന്ന നരേന്ദ്രമോദി, അല്ലെങ്കിൽ നമ്മൾ സദസ്സിൽ നിൽക്കുമ്പോൾ അങ്ങനെ ദൂരെ കൂടെ പോകുന്ന ഒരു നരേന്ദ്രമോദിയുടെ മുഖം കറുപ്പിച്ചുകൊണ്ട് ഇതൊന്നും സാധാരണ ജനം കാണാൻ പോകും. ചിലപ്പോൾ സെക്യൂരിറ്റിക്കാർ കാണും, അല്ലെങ്കിൽ അവിടെ വരുന്ന സ്വീകരിക്കാൻ വരുന്ന BJP-യുടെ ചില പ്രവർത്തകര് പിന്നെ നേതാക്കൾ കാണും. കാരണം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഇവര് ഒരു അകലമുണ്ട്, വലിയ അകലമുണ്ട്. സദസ്സും പ്രധാനമന്ത്രിയുടെ സ്റ്റേജും തമ്മിൽ വലിയ അകലമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്ന ജനത്തിന് ആദ്യത്തെ വരിയിലുള്ളവർക്ക് പോലും ആ ഫേസ് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ആളവിടെ പറയുന്നത് കേൾക്കാം എന്നുള്ളത് കവിഞ്ഞ് വലുതായിട്ടൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നരേന്ദ്രമോദി അത്തരത്തിലൊരു മണ്ടനായിട്ട് വേഷം കെട്ടി വരുമെന്ന് പറയാൻ, വേഷം കെട്ടും അദ്ദേഹം. വേഷം കെട്ടുന്നെന്ന് വെച്ചാൽ അദ്ദേഹം ആ പ്രാദേശിക സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാഷ സംസാരിച്ച് അതിനെ കൃത്യമായി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സഹോദരന്മാരാണെങ്കിൽ അങ്ങനെ തമിഴ് മക്കളെ അങ്ങനെ ഏത് ഭാഷയാണോ, ആസാമിലാണെങ്കിൽ ബംഗാളിൽ പോയാൽ അത്, ബീഹാറിൽ പോയാൽ അങ്ങനെയൊക്കെ അദ്ദേഹം ബീഹാറി ഭാഷ സംസാരിക്കും. എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത്തരം ഒരു ചീപ്പ് പരിപാടി അദ്ദേഹം ചെയ്യുമെന്ന് ആർക്കും വിശ്വാസമില്ല എന്നുള്ളത് അറിയാൻ ഈ പ്രസിദ്ധീകരണങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ പടം വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പിന്നെ കറുത്ത മുഖമുള്ള ആ ചിത്രം തൊട്ടിപ്പുറത്ത് വെളുത്ത മുഖമുള്ള ഒരു ചിത്രവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ലൊക്കേഷനിലുള്ളതാണ്. ഒന്ന് അദ്ദേഹം അതിന്റെ പിന്നിൽ അതിൽ നോക്കിയാൽ അറിയാം ഒരു AC. അപ്പോൾ ഇതൊരു AC ഒക്കെ വെച്ച ഒരു ഹാളിൽ അദ്ദേഹം എവിടുന്നോ ഇരുന്ന ഒരു സമയത്തുള്ള പടമാണ്. ഈ കറുത്ത മുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല വെളുത്ത ഒരാൾ കറക്കും. ലേശമൊന്നും നല്ല പോലെ മങ്ങും. അത് നമുക്ക് അറിയണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണ്ട, നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ നോക്കുക. നല്ല വെളുത്ത കുട്ടപ്പന്മാരായിരുന്നവരൊക്കെ ഇന്നിപ്പോ ഇരിക്കുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ മറയും കവറിങ്ങും എല്ലാം ഉണ്ട്. ഓരോ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോ റെസ്റ്റ് എടുക്കുന്നുണ്ട്, താളമുണ്ട്, മുഖം കഴുകുന്നുണ്ട്, പൗഡർ ഇടുന്നുണ്ട്. ഞാനത് നേരിട്ട് കണ്ടൊരു കാഴ്ച പറയാം. നമ്മുടെ BJP-യുടെ മുരളീധരൻ, മുരളിചേട്ടൻ
ഷേപ്പ് മാറിയിരിക്കുക. അയ്യോ പുള്ളി അങ്ങ് അവിടെ കറുത്ത് കരിവാളിച്ചു പോയി. കരിവാളിച്ചെന്ന് പറഞ്ഞാൽ അത് വോട്ടെടുപ്പ് ദിവസമായപ്പോ പുള്ളിയുടെ ഗ്ലാമർ ഒക്കെ പോയി. എല്ലാ മുരളീധരനും അങ്ങനെയായി. എല്ലാ മുരളീധരന്മാരും നല്ല സുന്ദര കുട്ടന്മാരായിരുന്നവരെല്ലാം നല്ല കവളും പൗഡറൊന്നും പോരാ കേട്ടോ. പൗഡറും മേക്കപ്പ് ഒന്നും പോരാ. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൗഡർ മേക്കപ്പ് ഇടുകയാണ്. ഓരോ 3 മണിക്കൂറിലിടയ്ക്ക് മുഖം കഴുകുകയും നല്ല പോലെ തോർത്തിയതിനു ശേഷം വീണ്ടും പൗഡർ ഒക്കെ ചെയ്തിട്ട് പോലും ഇവരുടെ നിറം എനിക്ക് CP ജോണിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. CP ജോണിന് ഒരു ഇരുനിറമാണ്, അതിനേക്കാൾ വലിയ കറുപ്പനായിരുന്നു. അത് മാത്രമല്ല ജോണേട്ടൻ അങ്ങ് മെലിഞ്ഞു പോയി, മെലിഞ്ഞും കറുത്തും പോയി. അദ്ദേഹം സാധാരണ രീതിയിൽ തന്നെ ഒരു ഇരുനിറമാണ്. പുള്ളി ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും അധ്വാനിച്ചിട്ട് പോലെ കറുത്തു പോയി ഞാൻ പറയണമെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് കറുത്ത് ഇരിക്കുന്ന കണ്ടു. അപ്പം ഇത് ഈ ഇലക്ഷന് പോകുന്ന ക്യാമ്പയിന് പോകുന്ന വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി നോട്ടീസ് വിതരണം ചെയ്യാൻ പോകുന്നവർക്ക് വരെ നിറം മാറുന്ന കാലമാണ്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഇത്രയും യോഗങ്ങളിലൊക്കെ 2-3 ഘട്ടമായിട്ട് വന്ന് പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ 4 തവണ അദ്ദേഹം വന്നു. 4 തവണ മാത്രമല്ലല്ലോ ഓപ്പൺ വാഹനത്തിൽ പോയാലും അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഈ പൊടിക്കാറ്റും പൊടിയും ഒക്കെ അടിച്ച് സ്വാഭാവികമായിട്ടും ഒരു മങ്ങൽ വരും. കാരണം അദ്ദേഹം നല്ല വെളുത്ത് തുടുത്ത മുഖമുള്ള ആളാണ്. പെട്ടെന്ന് ഇരുളിച്ച വരും. അത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രസിദ്ധീകരണത്തിന്റെ അത് ചാനലിന്റെ ഇതിൽ അതേ ഇടയ്ക്കൊന്ന് തല കുനിക്കുന്നുണ്ട്. തല കുനിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഉച്ചിയുടെ ഭാഗത്ത് അതായത് മുടിയൊക്കെ ഇരിക്കുന്നില്ല, അതിന്റെ ഇടയ്ക്ക് വരെ കറുപ്പുണ്ട്. അങ്ങനെയൊന്നും എന്തായാലും ഒരാൾ കറുപ്പടിക്കാൻ സാധ്യത അടിക്കുന്നെങ്കിൽ മുഖത്തല്ലേ അവിടുത്തെ കഴുത്തിലോ അല്ലെങ്കിൽ കൈയുടെ അവിടെയൊക്കെ അടിച്ചെന്ന് വിചാരിക്കാം. ഈ മുടിയുടെ ഇടയിൽ പോലും ഇങ്ങനെ കറുപ്പടിച്ച് അത്രയ്ക്ക് മേക്കപ്പ് ചെയ്തൊന്നും ഞാൻ ആ വിഷയമല്ല പറയാൻ ഉദ്ദേശിച്ചത്. എങ്കിലും ഇവരുടെ ഭാവനയ്ക്ക് ഞാനൊരു അംഗീകാരം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ വന്നാൽ പോലും ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഒരിക്കലും നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഗംഗകൾ കാണും. അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിലും ആസാമിലും ഒരേ സമയമാണല്ലോ. അപ്പോൾ കേരളത്തിലും ആസാമിലും കഴിഞ്ഞ ഉടനെ നേരെ അദ്ദേഹം ബംഗാളിലും തമിഴ്നാട്ടിലും പിടിച്ചു. അതെ, ഈ ബംഗാളിൽ വളരെ വലിയൊരു ഏരിയയാണ്, തമിഴ്നാടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശരിക്കും നല്ല പണി ബംഗാളിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല എല്ലായിടത്തും ചൂടാണ്. ബംഗാൾ അവർക്ക് എങ്ങനെയും പിടിച്ചെടുത്തേ മതി. അപ്പം ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഓടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യത്തില് ഈ അദ്ദേഹം പങ്കെടുത്തതിന്റെ പകുതി യോഗങ്ങളിൽ മറ്റു നേതാക്കൾ പങ്കെടുത്തോന്ന് സംശയം. തീർച്ചയായിട്ടും അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ. ബിജെപിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ഇപ്പോഴും നരേന്ദ്രമോദിയാണ്, ഒരു സംശയം. നമുക്കറിയാലോ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനേക്കാൾ എത്ര പ്രായം കുറഞ്ഞ ജിംനാസ്റ്റിക് ആണ്, ഞാൻ ജൂഡോ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആള് പോലും വാടിക്കുറഞ്ഞാണ് പലയിടത്തുനിന്നും വരുന്നത്. നമ്മൾ കണ്ടറിയാം. അദ്ദേഹത്തിന് പോലും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പോലും പല വേദികളിലും ഇദ്ദേഹം പങ്കെടുക്കുന്ന നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിന്റെ 10-1 വേദികളിലെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ. ഇതെന്ന് വെച്ചാൽ ശരിക്കൊരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു സ്റ്റേറ്റ് മോദി തരംഗത്തെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് ലെവലിലെ ഒരു ലീഡറിനെ പോലെ അദ്ദേഹം നിൽക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദിക്ക് ഈ കറുപ്പൊന്നും അടിക്കണ്ട, അല്ലാതെ തന്നെ ഈ അതിലൊക്കെ കിട്ടുന്ന എന്തെങ്കിലും അത് അങ്ങനെ അടിച്ചെന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിൽ വരുമ്പം ഒരു ഇരുനിറമായിട്ട് അദ്ദേഹത്തിനെ കാണിച്ചുകൊണ്ട് നമ്മളാരെങ്കിലും വോട്ട് ചെയ്യൂ? അതൊന്നുമില്ല. അങ്ങനെ അത് ചിന്തിക്കാനുള്ള ബോധം നരേന്ദ്രമോദിക്ക് ഇല്ല എന്ന് ഈ പ്രസിദ്ധീകരണങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ സ്ട്രാറ്റജികൾ അദ്ദേഹം കണ്ടിട്ടുള്ളത് എങ്ങനെ വോട്ട് മറിക്കണം. അപ്പൊ ഞാൻ കറുപ്പ് ശാലം മേക്കപ്പ് ഇട്ടാൽ ആളുകൾ വോട്ട് മാറി ചെയ്യും എന്ന് അദ്ദേഹം ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. അദ്ദേഹം അതിനുള്ള കൃത്യമായ സ്ട്രാറ്റജി അറിയുന്ന ആളാണ്. സ്ട്രാറ്റജി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് എടപ്പാളി എന്ന് പറയുന്ന മുമ്പിൽ നിർത്തിക്കൊണ്ട് AIDMK എന്ന് പറഞ്ഞ സാധനത്തിന് ഫുൾ എനർജി കൊടുത്തുകൊണ്ട് DMK ഒരു എഞ്ചിനായിട്ട് BJP നിന്നുകൊണ്ട് വെറും 27 സീറ്റുകൾ മാത്രം മത്സരിച്ചുകൊണ്ട് അണ്ണാമല എന്നുള്ള അവരുടെ കറുത്ത മുത്ത്, അദ്ദേഹത്തിന് കറുപ്പടിക്കേണ്ട കാര്യമില്ല, ഒരു കറുത്ത മുത്തിനെ അവര് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മുത്ത് മാത്രം മതി അവിടെ പിടിക്കാൻ. മനസ്സിലായില്ലേ? ആ കറുത്ത മുത്തിനെ പോലും പുറകിലേക്ക് കൊണ്ടുവന്ന് നിയമസഭ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എടപ്പാളിക്ക് പൂർണ്ണമായിട്ടും സൗകര്യം ചെയ്തുകൊണ്ട് EP മുഖ്യമന്ത്രി ആവട്ടെ എന്ന് അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് എന്തിനാണത് ചെയ്തതെന്ന് വെച്ചാൽ EP-ക്ക് 33% വോട്ടുണ്ട്, BJP-ക്ക് 11% വോട്ടുണ്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ DMK-യുടെ 38-ന് ഒപ്പം എത്താനായിട്ട് അത് ധാരാളത്തിൽ കൂടുതലാണ്. ഇനി നല്ല ഫൈറ്റ് നടത്തുകയാണ് വേണ്ടത്. അതിനുള്ള കളം അദ്ദേഹം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ കളം ഒരുക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേറെ ഡ്രാമ ഒന്നും കാണിക്കണ്ട, ഇവരെ ഒന്ന് എൻഫോഴ്സ് ചെയ്യും. ഇതിനെ ഒന്ന് പമ്പ് ചെയ്ത്
പമ്പ് ചെയ്യുക. അതിനാണ് അദ്ദേഹം അവിടെ വരുന്നതും എല്ലാം നടത്തുന്നതും. അല്ലാതെ അദ്ദേഹത്തിന് അറിയാം ശകലം ഒരു കറുപ്പിന്റെ അംശം വേഷം ഇട്ട് കഴിഞ്ഞാൽ വോട്ടൊന്നും അറിയില്ലെന്ന്. തമിഴൻ അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റില്ല, ആർക്കും പറ്റില്ല. ഒരു മനുഷ്യനും ഇപ്പൊ ആഫ്രിക്കയിൽ പോയി കാണിച്ചാൽ പോലും അവര് പോലും ഇതൊന്നും പ്രത്യേകമായിട്ട് കാണാനൊന്നും പോകുന്നില്ല. ഇത് ഈ മണ്ടത്തരങ്ങൾ തമിഴിനെ കയ്യിലെടുക്കാനാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ കാര്യം ചെയ്തു. തമിഴ് വികാരം കത്തി ജ്വലിപ്പിച്ചാണല്ലോ ആ ദണ്ട് പിന്നെ ചെങ്കോൽ. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം ഏത് വിധത്തിലാണ് തമിഴിന്റെ വികാരങ്ങൾ. മാത്രമല്ല ഈ കാശി രാമേശ്വരം കോറിഡോർ ഒരു വലിയ ഈ പറഞ്ഞ പോലെ, മാത്രമല്ല യുപിയിൽ തമിഴ് പഠിപ്പിക്കാൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ എത്രയോ ദേശീയ പാതകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം, ട്രെയിനുകൾ എല്ലാം വോട്ട് വാങ്ങിക്കാനുള്ളതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഒന്ന് കോനയടിച്ചു വിടാമെങ്കിൽ ഏതെങ്കിലും രണ്ടുപേർക്ക് ഒരു തോന്നൽ തോന്നുമെങ്കിൽ ഒന്ന് ട്രോളാണ്. അതെ സാർ, ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ, അദ്ദേഹം പിന്നീട് ഗവർണർ ആയപ്പോൾ ഈ ചില ചാനലുകളിലൊക്കെ വന്നതാണ്, കുമ്മനത്തെ ഗവർണറാക്കി, ബ്രാക്കറ്റിൽ ട്രോളല്ല. അതുപോലെ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വയനാട്, രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ കുന്നുമ്മേൽ സുരേന്ദ്രന്റെ വോട്ട് ജീവിതം എന്നൊക്കെ പറഞ്ഞാണ് വളരെ മോശമായിട്ട് ഈ കുന്നുമ്മൽ എന്ന വാക്ക് ഇവർ ഉപയോഗിക്കുന്ന. ഒരു സിനിമയിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു സ്ത്രീ, കുന്നുമ്മൽ ശാന്ത എന്നാണ് അവരുടെ പേര്. അപ്പൊ അതിനെ ചേർത്തുകൊണ്ട് അങ്ങനെ ഈ നിരന്തരം BJPക്ക് എതിരെ കേരളത്തിലെ മീഡിയയും ഈ ഇത്തരം ആൾക്കാരും ചില സൈബർ ഹാൻഡിലുകളും ഒക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പണിയാണ് ഇതൊന്നുമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് വളരെ മോശമായി പോയി. ഇതൊന്നും ഒരു നല്ല കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പണ്ടേ EMS പറയും, ഈ ഇലക്ഷൻ കാലമാകുമ്പോൾ മനോരമ ദ്രോഹിക്കും, ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരികയാണെങ്കിൽ മനോരമ സ്നേഹിക്കും എന്ന് EMS പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം യോഗങ്ങൾ വിളിക്കുമ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ ഇപ്പോ മനോരമ, മാതൃഭൂമി, മാധ്യമം ഇവരെല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയാ ഒരേ അജണ്ട. അവിടെയാണ് നമുക്കൊരു സംശയം തോന്നുന്നത്. അങ്ങനെ ഒരേ അജണ്ട ഈ മാധ്യമങ്ങൾക്കെല്ലാം വരുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ആസൂത്രിത ശ്രമമുണ്ടോ? അല്ല, ഇത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ട്. ആ ആസൂത്രിത ശ്രമം എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം ഒരാളെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലത് ഏറ്റു. ഈ നുണ 100 ആവർത്തിക്കുമ്പോൾ ചിലപ്പോ അതിന്റെ ഒരു കഷ്ണമെങ്കിലും സത്യമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു മേമ്പൊടി സ്വല്പം കൂടിയാൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നുമില്ല. പക്ഷെ വാഴ്ത്തേണ്ട സമയത്ത് അവർ വാഴ്ത്തുകയും ചെയ്യും. അവർക്കറിയാം എഴുത്തേണ്ട സമയത്ത് എഴുത്തുകയും ചെയ്യും. അതൊക്കെ അവർ അതിന്റെ തരം പോലെ ചെയ്യും. അതൊക്കെ മാധ്യമപ്പണിയുടെ മാധ്യമപ്പണികളുടെ ചില ഭാഗങ്ങളാണ് എന്ന് മാത്രം കരുതിക്കൊണ്ട് നമുക്ക് സമാധാനിക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.